അന്വേഷണം സുധാകരനിലേക്കും. കത്തിൽ സുധാകരൻ ഇടപെട്ടില്ല, മറുപടി പറയേണ്ടി വരും. ആ പാവം പിടിച്ച DCC ട്രഷറർ വിഷം കഴിച്ച വിഷയത്തിലല്ലേ അന്വേഷണം വരട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർത്തു നോക്ക്, ഒരു DCC ട്രഷറർ ആത്മഹത്യക്കുറിപ്പ് പോലെ അയച്ച കത്ത് തുറന്നു നോക്കിയില്ല, വായിക്കാൻ സമയം കിട്ടിയില്ല എന്നൊക്കെയുള്ള മുടന്ത ന്യായം പറഞ്ഞ് ഒഴിവാക്കിയപ്പോൾ ഓർക്കണമായിരുന്നു. അല്ല, ഈ DCC ട്രഷറർ അയക്കുന്ന കത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ പാവം പിടിച്ച അണികൾ അയക്കുന്ന കത്തൊക്കെ സുധാകർജി കാണുന്ന പോലും ഉണ്ടാവില്ല. സുധാകർജി നിങ്ങളുടെ പണി KPCC പ്രസിഡന്റിനാണ് കേട്ടോ. ഇടയ്ക്കിടെ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് പോലെ ശാഖാ വിഷയങ്ങളിൽ മാത്രം ഒരു താല്പര്യം. പിന്നെ 2 പേര് ജീവൻ കളഞ്ഞ വിഷയമായിട്ട് പോലും NM വിജയൻ്റെ ആത്മഹത്യയിലും വയനാട് DCC നടക്കുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതിയിലും കോൺഗ്രസിന് പ്രത്യേകിച്ച് ഡിഫൻസ് ഒന്നും പറയാനില്ല. കോൺഗ്രസിൻ്റെ ഒരു MLA 1-ാം പ്രതിയാണ്, ഓർക്കണം. പൈസ കണക്കെന്നൊക്കെ പറഞ്ഞാൽ NM വിജയൻ്റെ ആത്മഹത്യ കത്ത് വായിച്ച് കണക്കെടുക്കാൻ കാൽക്കുലേറ്റർ തന്നെ വേണം. അത്രയ്ക്ക് വലിയ എമൗണ്ടാണ്. എന്നിട്ട് IC ബാലകൃഷ്ണൻ ഒളിവിൽ പോയപ്പോൾ വാറൻ്റുള്ള ഒരാൾ ഒളിവിൽ പോകുന്നത് വളരെ നോർമൽ അല്ലേ എന്നാണ് മേൽപ്പറഞ്ഞ KPCCയുടെ മെയ്മേശ്വരി പറഞ്ഞത്. എത്ര ജനാധിപത്യപരമായ പാർട്ടി! അത് കേട്ട ഉടനെ മീഡിയയൊക്കെ ശരിയാണ്, പാവം വാറണ്ട് വന്നാൽ പിന്നെ ഒളിവിൽ പോണ്ടേ, വിട്ടേക്കാം എന്നൊരു മൂഡ്. CPMൻ്റെ ഒരു MLAയുടെ മകൻ്റെ ഇല്ലാത്ത കഞ്ചാവ് കേസ് എന്നും പറഞ്ഞ് കുത്തിപ്പൊക്കി ഒരു കേസ് കൊണ്ടുവന്നപ്പോൾ ഇതൊന്നും അല്ലായിരുന്നല്ലോ ഇവിടെ പുകില്. ഇനിയിപ്പോൾ സുധാകർജിയുടെ ചോദ്യം ചെയ്യലൊക്കെ കഴിയട്ടെ. ഭരണം നടത്താൻ വേണ്ടി കുളിച്ചറടിയായി മുടി ചെയ്യിരിക്കുന്ന എത്ര പേര് ജയിലിന് വെളിയിൽ കാണും എന്ന് നോക്കിയിട്ട് ഇലക്ഷനെ കുറിച്ചൊക്കെ ആലോചിക്കാം.